കുട്ടികളുടെ ഈ പരീക്ഷാ സമയത്ത് കുട്ടികൾക്ക് ദഹന പ്രശ്നങ്ങളോ മറ്റനുബന്ധ വയറിന്റെ പ്രയാസങ്ങളോ ഉണ്ടാകാതിരിക്കാൻ എടുക്കേണ്ട 7 മുൻകരുതലുകളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾക്ക് പരീക്ഷാ സമയത്ത് അവർക്ക് ഉറക്കളച്ചിരുന്ന് പഠിക്കേണ്ടതുകൊണ്ടും ഉറക്കം വരാതെ ഉന്മേഷത്തോടെ പഠിക്കാൻ വേണ്ടി പല മാതാപിതാക്കളും അമിതമായിട്ട് കാപ്പി കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. നമുക്കറിയാം, കാപ്പിയിൽ നല്ല രീതിയിൽ കാഫീൻ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് വയറിൽ ചെല്ലുമ്പോൾ അമിതമായിട്ട് അസിഡിറ്റി മറ്റ് അനുബന്ധ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കാപ്പിക്ക് പകരം തിളപ്പിച്ചാറ്റിയ വെള്ളമായിട്ട് ചെറിയ ചൂടോടെ കൊടുക്കുകയോ അല്ലെങ്കിൽ കട്ടൻ ചായ ദിവസേന ഒരു മാക്സിമം 2-3 ഗ്ലാസ് കൊടുക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും തിരക്കിട്ടതുപോലെ പഠിക്കുന്നത് കൊണ്ട് വെള്ളം ആവശ്യത്തിന് കുടിക്കാൻ പല കുട്ടികളും മറന്നു പോകാറുണ്ട്. ദിവസം ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കുട്ടികൾ കുടിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികൾ ഇതുപോലെ ദീർഘനേരം ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഇടയ്ക്ക് കഴിക്കാനായിട്ട് പല മാതാപിതാക്കളും ഇടയ്ക്ക് കുറിക്കാനായിട്ട് ഇതുപോലെ ചിപ്സ്, ബിസ്ക്കറ്റ്, മറ്റ് ഐറ്റംസ്, ബേക്കറി ഐറ്റംസ് കൊടുക്കാറുണ്ട്. അത് ചെയ്യരുത്. നിങ്ങൾ അതിന് പകരം എന്തെങ്കിലും ഫ്രൂട്ട് ഐറ്റംസോ സലാഡ്സോ കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. മൈദ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതുമായുള്ള ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും ചൂടോടെ തന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് കൊടുക്കുക. വെള്ളം കൊടുക്കുകയാണെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ചെറിയ ചൂടോടെ കുട്ടികൾ കുടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റ് മൈക്രോ ഓർഗാനിസംസ് ഒക്കെ നമുക്ക് ദഹനക്കേടുകൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ, വൈറസ് ഉള്ളിലോട്ട് പോയി നമുക്ക് ഇതുപോലെ വയറിൽ ഗ്യാസ്ട്രൈറ്റിസോ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, മത്സ്യമാംസാദികൾ റെഡ് മീറ്റ് പരമാവധി ലിമിറ്റ് ചെയ്യുക. പ്രത്യേകിച്ച് ബീഫ്, പോർക്ക്, മട്ടൻ പോലുള്ള മീറ്റ് കൊടുക്കുന്നത് കുട്ടികൾക്ക് ലിമിറ്റ് ചെയ്യുക. അതിന് പകരം നേർന്ന മത്സ്യങ്ങൾ, കൊഴുവി ആയിക്കോട്ടെ, കിളിമീൻ, അങ്ങനെയുള്ള നേർന്ന മത്സ്യങ്ങൾ കുട്ടികൾക്ക് ധാരാളം കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ ഓർമ്മശക്തിക്കും ഓവറോൾ ഇമ്മ്യൂണിറ്റിക്കും നല്ലതാണ്. മറിച്ച് ചിക്കൻ ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല, ആഴ്ചയിൽ ഒരു 2-3 നേരമൊക്കെ കൊടുക്കാം, ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഇതുപോലെ നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സിലബസ് പഠിച്ചു തീർക്കേണ്ടത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർ ഭക്ഷണം കഴിക്കുകയാണെന്ന് വലിയ സമയം കണ്ടെത്താതെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ധൃതി പിടിച്ച് ഭക്ഷണം വളരെ കഴിക്കുന്നത് കാണാറുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വളരെ സ്ലോ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതല്ല, ആവശ്യമായ രീതിയിൽ ഭക്ഷണം ചവച്ചരച്ച് കഴിക്കാനായിട്ട് തന്നെ സമയം എടുക്കുക. എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് പരീക്ഷ സമയത്ത് നമുക്കറിയാം ഓവറായിട്ടുള്ള ടെൻഷൻ, ആങ്സൈറ്റി, പേടിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുട്ടികൾ വയറിൽ അമിതമായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അത് കുട്ടികളുടെ ദഹനത്തെ ദോഷമായി ബാധിക്കാനും സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, കുട്ടികൾക്ക് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക. അസിഡിറ്റി കൂടുതലായിട്ടുണ്ടാകുന്ന ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്.